ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സത്യം തുറന്നു പറയുന്നതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഒരു കാലഘട്ടത്തിലും മടിച്ചു നിന്നിട്ടില്ല. അപ്പുറത്താരായിരുന്നാലും ശരി, അത് തുറന്നു പറയുക തന്നെ ചെയ്യും. അത് തുറന്നു പറയാനുള്ള അവസരം ലോകസത്താവായ അള്ളാഹു ഇവിടെ ചെയ്തു തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കൾ തുടക്കം മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ എഴുതിയ ഒരു ലേഖനം നമുക്ക് ഈ സമസ്ത സ്മരണികയിൽ കാണാം. സുഹൃത്തുക്കളെ, എഴുതിയത് എന്താണ്? ഞാൻ ചെറിയ അല്പവാചകം മാത്രം ഞാൻ വായിക്കുകയാണ്. സുന്നി വോയിസിൽ വന്ന ലേഖനം അത് എടുത്ത് ഉദ്ധരിച്ചതാണ്. മതകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. എന്താണ് എഴുതിയത്? സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയുന്നതും എഴുതുന്നതും വിഭാഗീയതയും ഛിദ്രതയുമാണെന്ന് ചിലർ പറയുന്നു. ഖുനൂത്ത് ഓതിയാലും ഇല്ലെങ്കിലും കൈ നെഞ്ഞത്തോ പുറത്തോ വെച്ചാലും നമസ്കരിക്കുന്നില്ലേ? ഖുത്ബ പരിഭാഷ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ജുമാ നിസ്കരിക്കുന്നുണ്ടല്ലോ. എന്തിന് ഛിദ്രത സൃഷ്ടിക്കുന്നു? പലപ്പോഴും ഇങ്ങനെ ശബ്ദിക്കാറുള്ളത് ചില രാഷ്ട്രീയ നേതാക്കളും അവരുടെ പത്രങ്ങളും അനുഭാവികളുമാണ്. ഇത് ഞാൻ എഴുതിയതല്ല. മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഭൗതികാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ തെളിഞ്ഞും മറിഞ്ഞും പ്രവർത്തിക്കുന്ന എത്രയോ പാർട്ടിയും പത്രവും ഇവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അല്ലാത്തപ്പോൾ പൊതുവിലും എന്തെല്ലാം നടക്കുന്നു. പലപ്പോഴും കൊലപാതകം തന്നെ സംഭവിക്കുന്നു. ഇതിന്റെ പേരിൽ രാഷ്ട്രീയമോ മന്ത്രിസഭയോ വേണ്ടെന്ന് പറയാൻ ഇവിടുത്തെ അഹിംസാ ശ്രേഷ്ഠർ രംഗത്തില്ല. മതത്തിന്റെ കാര്യം പറയുന്നിടത്ത് മാത്രം ഇവർ സമാധാന ഗന്ധികളാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന് ഭൗതിക രാഷ്ട്രീയമില്ല. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പറഞ്ഞതിനർത്ഥമില്ല. അതുകൊണ്ട് കാര്യം പറഞ്ഞുകൂടുന്നില്ല. രാഷ്ട്രീയമുണ്ടായാലേ കാര്യം പറയാവൂ എന്നില്ലല്ലോ. പോകട്ടെ, രാഷ്ട്രീയക്കാരൻ പറയുന്നതെന്തും കാര്യമാണോ, ശരിയാണോ? ഇവിടെ ശരിയും തെറ്റും തീരുമാനിക്കാൻ മതത്തിനേ കഴിയൂ. ഉമ്മയെ തല്ലരുതെന്ന് ഒരാളും തല്ലണമെന്ന് രണ്ടാളും പറഞ്ഞാൽ രണ്ടാമത്തേത് അംഗീകരിക്കുന്ന രാഷ്ട്രീയത്തിൽ സുന്നത്ത് ജമാഅത്തിന് വിശ്വാസമില്ല. മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതെ, നമ്മള് 1985 പ്രസിദ്ധീകരിച്ച നമ്മുടെ സമസ്ത കേരള ജമിയത്തുയുടെ സ്മരണികയിൽ അദ്ദേഹം നേരത്തെ എഴുതിയ ലേഖനം എടുത്തുദ്ധരിച്ചതാണ്. ഞാനിത് പറഞ്ഞു വരും. ഇതാണ് സമസ്തയുടെ നയം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുവോ? ഇല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അത് കൃത്യമായി പഠിപ്പിക്കാൻ, കൃത്യമായി വിവരിക്കാൻ അൽഹംദുലില്ലാഹ് 980 മുതൽക്ക് സുബ്ഹാനല്ലാഹ് പുനഃസംഘടനയുടെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലങ്ങളിലും ഇടവണ്ണയിലും കുറ്റ്യാടി പരിസരങ്ങളിൽ 11 സ്ഥലത്ത് പള്ളിയിലായിരുന്നു സുന്നികൾ. എല്ലാ സ്ഥലത്തും പള്ളികൾ നിർമ്മിച്ചു. അതേ, നമ്മളുടെ പള്ളി തട്ടിയെടുക്കാൻ വേണ്ടി നേരത്തെ ഇടവണ്ണക്കടുത്ത് പാലപ്പറ്റയിൽ ശ്രമിച്ചപ്പോ SSFന്റെ ചുണക്കുട്ടികൾ അത് തടുത്തു. SYSന്റെ പ്രവർത്തകർ അത് തടുത്തു. ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ അങ്ങോട്ട് പോകാൻ കഴിയാഞ്ഞിട്ട് അരീക്കോടുന്ന് പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. ഇതേപോലെ നമ്മുടെ അറബി പാഠപുസ്തകത്തിൽ ഗവൺമെന്റിന്റെ ചെലവിൽ ഇവിടെ മുജാഹിദാശയം പ്രകടിപ്പിച്ചു. എന്ന് നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ഗവൺമെന്റിന്റെ ചെലവിൽ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ
അതിന്റെ കീഴ് ഘടകങ്ങൾ പ്രവർത്തിച്ചു, അതെല്ലാം എടുത്തു മാറ്റിച്ചു. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിനെതിരായ ഒന്നും ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല. മുസ്ലിങ്ങളുടെ ആശയം പറയുമ്പോ അത് സുന്നി പണ്ഡിതന്മാര് പറയണം. വേറെ മതക്കാർ അവരുടെ മതം അവർക്ക് പറയാം, ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല, അവർക്കും ജീവിക്കാനുള്ളതാണ് ഇന്ത്യ രാജ്യം. ഇവിടെ ഞങ്ങൾ കാണുന്നൊരു വിഷയമുണ്ട്. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹൈന്ദവർ അവരാരും ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല. നിങ്ങളെ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓതി ഹദീസ് ഓതി ഇസ്ലാമിനെ നശിപ്പിക്കാൻ അവരാരും വരുന്നില്ല. മറിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആരാണ്? ഇസ്ലാമിന്റെ ശരിയായ ആശയം മാറ്റിമറിച്ച് അള്ളാഹുവിന് 60 മുഴം നീളമുണ്ട് എന്ന് വരെ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്കും, നിസ്കാരം 3 ആണെന്നും അതേ തറാവീഹിന്റെ എണ്ണം 8 ആണെന്നും 11 ആണെന്നും ഒക്കെ എന്തെല്ലാമോ പറഞ്ഞ് ഖുത്ബയുടെ ഭാഷ മാറ്റണമെന്ന് പറഞ്ഞ് ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. ഹൈന്ദവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല, ക്രിസ്ത്യാനികൾ ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല, അവരവരുടേതായ മതവുമായി ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവരോട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐറ്റം കാണാത്തത് എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല. ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിനെതിരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സമരരംഗത്തിറങ്ങണമെന്ന് പറഞ്ഞത്. ആ സമരരംഗത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയ കാലം മുതൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതിൽ വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിലും സമയം വൈകിയതിനാൽ നമ്മുടെ മാളിയേക്കൽ സഖാഫിയുടെ അവതരണവും കൂടി ബാക്കിയുള്ളതിനാലും തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ ഹഖായ നിലയ്ക്ക് ഇവിടെ നിലനിർത്താൻ, ആവേശത്തോടെ പ്രവർത്തിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ നേതാക്കൾക്കും അതേ അവരുടെ സഹായികൾക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തഖ്വയിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ലോകം മുഴുക്കെ ആദരിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ, നമുക്കറിയാം പലരും പകച്ചു നിന്നുപോയ സമയം, കേരളത്തിൽ ഇരുന്നൊരു ഫോൺ ചെയ്തിട്ട് യമനിൽ കൊല്ലപ്പെടാൻ പോകുന്ന ഒരു അമുസ്ലിം ചെറുപ്പക്കാരിയെ ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രം ലോകത്ത് അംഗീകാരമുള്ള ഒരേ ഒരു പണ്ഡിതൻ, അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ആ മഹാനായ പണ്ഡിതനാണ് ഇവിടെ നമുക്ക് വിളംബരം പറഞ്ഞു തന്നത്. ആ ഒരാവേശത്തിൽ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും, മറ്റൊരുപാട് ശുഗലുകൾ നമുക്കുണ്ട്, പലർക്കും പല ജോലികളുമുണ്ട്. അതെല്ലാം തൽക്കാലം 100ാം വാർഷികം രണ്ടാമതുണ്ടാവൂല, പിന്നെ 200ാം വാർഷികമാണ് പിന്നെ വരിക. സുഹൃത്തുക്കളെ, ഈ 100ാം വാർഷികം അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വരമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം മലപ്പുറം ജില്ലക്കാർ ഇന്ന് ഉറക്കേ തക്ബീർ ചൊല്ലി, എല്ലാവരും തക്ബീർ ചൊല്ലി. മലപ്പുറം ജില്ലക്കാർ വലിയ ആവേശത്തിലാണ്. മലപ്പുറത്താണ് സമ്മേളനം എന്ന് പറഞ്ഞതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ, അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മലപ്പുറത്ത് നിന്നാണ് ഫത്ഹുൽ മുഈൻ എഴുതിയിട്ട് ഞങ്ങൾക്ക് ഫിഖഹിന്റെ കിതാബ് തന്നത്. ശൈഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഖത്തർ നദിയുടെ ശറഹ് എഴുതിയത്. അതേ മമ്പ്രന്തങ്ങളും ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവും ഒക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയതും ജയിലിലേക്ക് പോയതും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ആലിമീങ്ങളും പ്രവർത്തകരും പ്രത്യേകിച്ചും നെഞ്ചോട് ചേർത്ത് എല്ലാ ജില്ലയിലുമുള്ളവർ പൂർണ്ണമായും രംഗത്തിറങ്ങുന്നതോടുകൂടെ ആതിഥ്യമരുളുന്നവരാണ് ഞങ്ങളെന്ന ബോധത്തോടുകൂടെ എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം എന്ന് ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയുന്നവർക്കൊക്കെ കാണാൻ പോവുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഷജറകൾ മുന്നോട്ട് വെച്ച ഗർവാപ്പസി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കോട്ടക്കൽ പുത്തൂരിലെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി അത് അറബിക്കടലിലേക്ക് വലിച്ചു പോകും. കടലുണ്ടിപ്പോയ വഴി. എന്താണ് ഇങ്ങനെ ഒരു ഗതി ഷജറകൾക്ക് വരാനുള്ള കാരണം? എന്താണ് സമസ്തയെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുപോകാനുള്ള കാരണം? എന്താ? അതിന് 2-3 വർഷം പിന്നോട്ട് പോകണം. സമസ്തയുടെ ഉന്നതാധികാര സ്ഥാനത്ത് കയറിയിരുന്നു കൊണ്ട് ഷജറകൾ കളവ് പറഞ്ഞു. 2023 മാർച്ച് 15 മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പേരിൽ ആദ്യമായി കൊണ്ട് കളവ് പറയുകയാണ്.
അതോടുകൂടി ജനങ്ങൾക്ക് സമസ്തയോടുള്ള വിശ്വാസം പോയി. ആളുകൾ ചോദ്യം ചെയ്തു. എന്താ കളവ് പറഞ്ഞത്? സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയിട്ടുള്ള, അതിനു മുമ്പ് ഹൈദർ ശിഹാബ് തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പ്രസിഡന്റുമാരായിട്ടുള്ള CIC-യെ വഹാബികളാക്കി. അവിടെ തറാവി നിസ്കാരം 8 റക്അത്താണ് നിസ്കരിക്കുന്നത് കളവ് പറഞ്ഞു. അവരുടെ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി ആദിർശേരിക്ക് വഹാബി ആശയമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ പുറത്താക്കുന്നത് പച്ച കളവ് പറഞ്ഞു. അതോടുകൂടി ആളുകൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഷജറകൾ എന്ന ഫിത്തനക്കാർ കളവ് പറയുന്നവരാണ്, അവർ കള്ളന്മാരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അള്ളാഹുവിനെ പേടിക്കുന്ന നല്ല സമസ്തയുടെ അണികൾ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത സമസ്തയുടെ നല്ല ഒരാളുടെ അണികളെ മുസ്ലിം ലീഗുകാരാക്കി ചിത്രീകരിച്ചു. അതിൽ ഷജറകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആകെയുള്ള വാദം മുസ്ലിം ലീഗ് സമസ്തയെ ആക്രമിക്കുന്നു, ഈ ഒരു വാദം മാത്രം. ഷജറകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവര് ഒരു തന്ത്രം പയറ്റി കാന്തപുരം മേപ്പിയൊക്കെ മുസ്ലിയാരുമായി അടുക്കുക. അങ്ങനെയാണ് അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് പറഞ്ഞത്. അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് പറഞ്ഞു, നമ്മൾക്ക് 2 കൂട്ടർക്കും കൂടി 100ാം വാർഷികം ആഘോഷിക്കാം. തന്നെയുമല്ല, കാന്തപുരം മേപ്പിയൊക്കെ മുസ്ലിയാരെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ട നാവിന്റെ ഉടമാന്ന് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന വഹാബ് സഖാഫി മമ്പാടുമായി MT അബൂബക്കർ ദാരിമി വേദി പങ്കിട്ടു. കാസർഗോഡ് ജില്ലയില് വേദി പങ്കിട്ടു. എറണാകുളത്ത് വെച്ചുകൊണ്ട് 4 സുന്നി സംഘടന എന്ന പേരും പറഞ്ഞ് അവിടെ വേദിയില് അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നു. തന്നെയുമല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാന്തപുരം മേപ്പിയൊക്കെ മുസ്ലിയാരെ മകനെ 100ാം വാർഷികത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തഹിയ ഫണ്ടും വാങ്ങി 5000 രൂപ. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇതെന്തിനാ ചെയ്യേണ്ടത്? സമുദായത്തിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാന്തപുരം മേപ്പിയൊക്കെ മുസ്ലിയാരും കൂട്ടരുമായി ഒത്തുചേർന്നാൽ കുറച്ചൊരു ബലം കിട്ടും, ഞങ്ങളെല്ലാവരും സുന്നികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന കുതന്ത്രമായിരുന്നു. അത് കണ്ടു കാന്തപുരം മേപ്പിയൊക്കെ മുസ്ലിയാരും കൂട്ടർക്ക് മനസ്സിലായി, ഇവരുടെ നട്ടല് പോയിട്ടുണ്ട്, ഇവരുടെ അന്തസ് പോയിട്ടുണ്ട്, ഇവർ വെറും ചണ്ടി ചവറുകൾ മാത്രമാണ് എന്ന് മനസ്സിലായി. അതിൽ അവരിങ്ങോട്ട് ക്രൂരമ്പുകൾ എറിയൽ തുടങ്ങി. അത് തടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ദാരിമിയാണെന്ന് പറയപ്പെടുന്ന കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞു, നിങ്ങള് കാസർഗോഡ് കുനിയിലേക്ക് കുനിഞ്ഞു നിൽക്കാൻ പോകുന്നവരാണ്, നിങ്ങൾക്ക് അന്തസ്സില്ല. തിരുവനന്തപുരത്ത് കാസർഗോഡേക്ക് കുനിയാൻ പോവുകയാണ്, നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്നവരാണ്. പറഞ്ഞതുപോലെ ആയല്ലോ സമ്മേളനവും യാത്രയും. അവര് പറഞ്ഞു, ഞങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലയുയർത്തി പോകുന്നവരാണ്. തന്നെയുമല്ല, അവരുടെ രഹസ്യമായിട്ടുള്ള ചർച്ചകളിലൊക്കെ അവർ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ അനാവശ്യമായി ഉയർത്തി വെച്ച് നല്ല ഒരാളുടെ സമസ്തയുടെ അണികളെ വേദനിപ്പിക്കുകയും കളിയാക്കുകയും ചെയ്തു. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അനാവശ്യമായി ഉയർത്തി വെക്കുക. കാലം കടന്നുപോയി. ജിഫ്രി മുത്തുക്കോയത്തങ്ങള് 100ാം വാർഷികത്തിൽ വെച്ചുകൊണ്ട് ഗർവാപസി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൽ അവരങ്ങോട്ട് ജിഫ്രി മുത്തുക്കോയത്തങ്ങളോട് 2 ചോദ്യം ചോദിച്ചു. അതിന് മറുപടി കൊടുക്കാൻ ഷജറകൾ കഴിഞ്ഞിട്ടില്ല. എന്താ ചോദിച്ചത്? കാന്തപുരം മേപ്പിയൊക്കെ മുസ്ലിയാര് സമസ്തയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വിസ കച്ചവടം നടത്തി ഗൾഫിലല്ലേ? ചോദ്യം വന്നോ? എന്താണ് നിങ്ങൾക്ക് ഈ ഗതി ഉണ്ടാകാൻ കാരണം? ഞങ്ങളോടാരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ പറഞ്ഞതാ. നാട്ടിക ഉസ്താദ് അവരെ അതേ കോട്ടക്കൽ പുത്തൂരിൽ പാടത്ത് വെച്ച് കൂടിയതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം പറഞ്ഞുതരാം എന്താ ചോദിച്ചത് എന്നുള്ളത്. അങ്ങനെ കാന്തപുരം മേപ്പിക്കർ മുസ്ലിയാരുടെ കൂട്ടത്തില് അവരുടെ അണികളിൽപ്പെട്ട ഒരാളാണ് ചോദിച്ചത്. കാന്തപുരം ഉസ്താദ് സമസ്ത സെക്രട്ടറി ആയിരിക്കുമ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിസ കച്ചവടം നടത്തി ഗൾഫിലല്ലേ ചോദിച്ചു. അതേ ആശയം തന്നെയാണ് കാന്തപുരം മേപ്പിക്കർ മുസ്ലിയാർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സമസ്തയില് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ ചർച്ച നടന്നപ്പോ തീരുമാനമായിട്ടില്ല. അതാണ്. അല്ലാതെ ഞങ്ങൾ സമസ്ത ഞങ്ങൾ ഇറങ്ങിപ്പോന്നവരല്ല, ഞങ്ങൾ സമസ്തക്കാർ തന്നെയാണ്. അതിന് ഉദാഹരണം പറഞ്ഞു അദ്ദേഹം. സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു ഉദാഹരണം. പാർലമെന്റിലും നിയമസഭയിലും ചർച്ചകൾ നടക്കും, മീറ്റിങ്ങുകൾ ഉണ്ടാകും, അതിൽ തീരുമാനമാകൂല, ഇറങ്ങിപ്പോരും. അതിന്റെ അർത്ഥം MLA-യും MP സ്ഥാനം രാജിവെച്ചു എന്നല്ല. എന്നതുപോലെ സമസ്തയിൽ നടന്ന ചർച്ചയായിരുന്നു, അത് തീരുമാനമായിട്ടില്ല. ആ തീരുമാനത്തോട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അതാണ് കാരണം. അല്ലാതെ ഇപ്പോൾ വന്ന പുതിയ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് അത് മനസ്സിലാകൂല.
അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഞാനൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതാണ്, ഞാനൊക്കെ സമസ്തയുടെ മുഷാവറയിൽ ഇരുന്ന് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് മെമ്പർഷിപ്പ് പോലും എടുക്കാത്തവർ എന്നെ പഠിപ്പിക്കണ്ട, ഇസക്കച്ചവടം നടത്തി അവിടെ ഇവിടെ ആയിരുന്നു എന്നുള്ള രണ്ടും ഒന്നാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, നല്ലവരായിട്ടുള്ള ഉസ്താദുമാരെ കാലത്ത്, കാളമ്പാട് ഉസ്താദിന്റെയും കോയക്കുട്ടി ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും കാലത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പോയിട്ട് അവിടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും സമസ്തയിൽ മദ്രസയിൽ പഠിക്കുന്ന എന്നെ പോലത്തെ കുട്ടികളോട് പോലും ചോദ്യം ചോദിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം സമസ്ത, അവർ മേനോൻ സമസ്ത, അരവിന്ദാക്ഷ മേനോൻ കേസ് കൂടാൻ ഉണ്ടായിക്കൊടുത്ത സമസ്തയാണെന്ന് ഞങ്ങൾ കുട്ടികൾ വരെ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, നാട്ടിക ഉസ്താദ് അവരോട് ചോദ്യം ചോദിച്ചു, ഈ കോട്ടക്കൽ പുത്തൂരിൽ വെച്ചുകൊണ്ട് ജില്ലാ ഖാദിയെ നിയമിച്ചു അവര് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ. അതിന് നാട്ടിക ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചു, എന്ത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം മഹലുകൾ 1500ഓളം മുസ്ലിം മഹലുണ്ട്, അതിന്റെ പകുതി പിന്തുണയുണ്ടോ ചോദിച്ചു. മറുപടി ഇല്ല. 750 മഹലിന്റെ പിന്തുണ ഉണ്ടോ? മറുപടി ഇല്ല. പോട്ടെ 250 ഉണ്ടോ ചോദിച്ചു, അതും മറുപടി ഇല്ല. 5% പോയിട്ട് 2.5% പിന്തുണ പോലും ഇല്ലാത്തവർ ജില്ലാ ഖാദിമാരെന്ന് പറഞ്ഞത് പരിഹാസ്യമാണ് എന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ സ്വന്തമായി കുപ്പായം ഇട്ട് വരുന്ന ജില്ലാ ഖാദിമാരാണെന്ന് പറഞ്ഞു. ഇന്നേ വരെ മറുപടി ഉണ്ടായിട്ടില്ല. മാസപ്പറി വിഷയത്തില് ഫതുഹുൽ മുഈനിന്റെ ഇബാറത്ത് വെച്ചുകൊണ്ട് നാട്ടിക ഉസ്താദ് ചോദിച്ച ചോദ്യം, വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. അതിമ തൊടാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നല്ല നല്ല ഉസ്താദുമാരൊക്കെ വഫാത്തായി പോയി. ചണ്ടി ചവറുകൾ മുന്നോട്ട് വന്നു. ചണ്ടി ചവറുകൾ നോക്കിയിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, സമസ്ത എന്റേതാണ്, നിങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് വന്നവരാണ്, നിങ്ങൾക്ക് കഥ അറിയില്ല, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണ്ട എന്ന രൂപത്തില് ഇന്ന് കോട്ടക്കൽ പുത്തൂർ പാടത്ത് വെച്ചുകൊണ്ട് ഷജറകളെ മുഴുവനായും അറബിക്കടലിലേക്ക് എറിഞ്ഞു. ആ ഗതികൾക്ക് ഉണ്ടായില്ലേ? ഉണ്ടാകും. നാറിയവനെ പേറിയവൻ നാറും. ഞങ്ങൾ സമസ്തയുടെ മക്കൾ ഇന്നും അന്തസ്സോട് കൂടി അഭിമാനത്തോടു കൂടി ഞങ്ങൾ നിൽക്കുന്നു. ഇന്നും കാന്തപുരത്തിനോട് ചോദ്യം ചോദിക്കുകയാണ്, എവിടെന്നാ മുടി കിട്ടിയത്? ഇന്നും ചോദിക്കുകയാണ്. അവർ പുത്തൻവാദികളാണ്. പേരട സഖാഫി റസൂലുള്ളാഹിക്ക് നേലുണ്ടാക്കുക വഴി അവർ പുത്തൻവാദികളാണ്, അവർ സുന്നികളല്ല എന്ന് ഞങ്ങൾ ഇന്നും എവിടെയും പറയും. ഇന്നും ചോദ്യം ചോദിക്കുകയാണ് കാന്തപുരത്തിനോട്, എവിടെന്നാ നിങ്ങൾക്ക് മുടി കിട്ടിയത്? മറുപടി കാന്തപുരത്തിന് പറയാൻ കഴിയൂല. ഷജറകൾക്ക് അന്തസ്സില്ല, അഭിമാനം പോയി, നട്ടല് പോയി. അതോടുകൂടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.